ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSRTCയുടെ കണ്ടം ചെയ്ത ബസ്സുകൾ പൊളിച്ചു വിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. RT സീരീസിലെ പഴയ കൊമ്പന്മാരെയാണ് ഇവിടെ പൊളിക്കാനായി കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന ബസ്സുകൾ കൂടുതലും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബസ്സുകളാണ്. ഇത് പാപ്പാങ്കോട് വർക്ക്ഷോപ്പിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് കൊട്ടാരക്കര ഡിപ്പോയുടെ RT 506 നമ്പർ ബസ്സാണ്. ഇത് ലൈലൻഡാണ്. സൈഡൊന്നുമില്ല. ഡീസൽ ടാങ്കൊക്കെ എങ്ങനെ എന്തവസ്ഥയോ. ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാണ് RT 506 നമ്പർ കൊട്ടാരക്കര ഡിപ്പോയുടെ ബസ്സിൻ്റെ ഉൾവശം. പ്ലാറ്റ്ഫോം ഇല്ലാതെ കാണുന്നത്. ഫ്രണ്ട് എൻജിൻ കവറൊക്കെ ഉണ്ട്, പക്ഷേ എൻജിനൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഈ കാണുന്ന പഴയൊരു കപ്പലാണ് RT 960 നെടുമങ്ങാട് ഡിപ്പോയുടെ. എൻ്റെ മുൻവശത്ത് പോയേക്കാം, ഒരു ഉൾവശമൊക്കെ കാണാൻ പറ്റും. ഇതാണ് RT 960 മുൻവശം. ആ പടിക്കെട്ടൊക്കെ ഉണ്ട് ഫ്രണ്ടിലും. എൻജിൻ പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അതേപോലെ ഉണ്ട്. സ്റ്റിയറിംഗും ഡ്രൈവർ സീറ്റും ഉണ്ട്. RT 960. ഇത് കപ്പൽ തന്നെ ഇത്രയും വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ. ഡീസൽ ടാങ്ക് ഇടത് സൈഡിലാണ് ഈ ബസ്സിന്. ഇതാണ് ലൈലാൻഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് TVS ഐറിസർ നിർമ്മിച്ച AC ബസ്. പഴയ കപ്പലെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനെ അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉൾവശവും പിന്നെ ഹൈറ്റും. സാധാരണ നോർമൽ ബസ്സുകളെ അപേക്ഷിച്ച് നല്ല ഹൈറ്റുള്ള ബസ്സാണിത്. വോൾവോ ബസ്സുകൾ വാങ്ങിയ ശേഷം പിന്നെ തൊട്ടടുത്ത് വാങ്ങിയ AC ബസ്സുകളാണ് ഈ RT സീരീസിൽ വരുന്ന കപ്പൽ ബസ്സുകൾ. പിന്നെ അതിനുശേഷം RR സീരീസിലെ ഗ്ലോ ബസ്സുകൾ വാങ്ങിയത്. ഇത് RT 738 വിഴിഞ്ഞം ഡിപ്പോയുടെ ബസ്സാണ്. തൊട്ടടുത്ത് കാണുന്നത് RT 888 കാട്ടാക്കട ഡിപ്പോയുടെ ബസ്സാണ്. ഇത് ടാറ്റ ബസ്സാണല്ലോ, RT 553. ഏത് ഡിപ്പാണെന്നറിയില്ല. ടാറ്റയുടെ ബസ്സാണ്, ടാറ്റയുടെ ചേസാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ട കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈടെക്ക് RT 506 കൊട്ടാരക്കര നേരത്തെ കണ്ടതാണല്ലേ.
പരമാവധി ബസ്സുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നിറയെ ബസ്സുകൾ ബാക്കിലോട്ടൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ബസ്സുകൾ നെരിക്കാണ് ഇട്ടിരിക്കുന്നത്, അതായത് കൊണ്ട് ഇടിച്ചാണ് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ബാക്കിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. സൈഡുകളിൽ നിന്നിങ്ങനെ കവർ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പിന്നെ പരമാവധി അകത്ത് കയറി എടുക്കാൻ പറ്റുന്ന അത്ര എടുത്തിട്ടുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.